Hi, Namaste, welcome back to my channel WinTrader. ഏത് പോയിന്റിൽ എൻട്രി എടുക്കണം, ഏത് പോയിന്റിൽ എക്സിറ്റ് ചെയ്യണം, റിവേഴ്സൽ എങ്ങനെയാണ് കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നത്, അതേപോലെ ടാർഗറ്റ് എത്ര കൊടുക്കണം, എത്രത്തോളം മാർക്കറ്റ് ഇനിയും അതേ ട്രെൻഡിലേക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നമുക്കൊരു ടെക്നിക്കൽ അനാലിസിസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പം ഇന്ന് നമ്മുടെ വിൻട്രേഡിൻ്റെ ഇന്നെന്ന് പറഞ്ഞാൽ 1 ഫെബ്രുവരിയിൽ വിൻട്രേഡിൽ നമ്മുടെ കാണിച്ച പെർഫോമൻസ് ആണ്. ഫുൾ മാർക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ബിറ്റ്കോയിൻ വരെ ഈവൻ ക്രിപ്റ്റോ മാർക്കറ്റ് വരെ നമ്മുടെ സോഫ്റ്റ്വെയർ സപ്പോർട്ടഡ് ആണ്. NSE ഉണ്ട്, MCX ഉണ്ട്, ഫോറക്സ് ഉണ്ട്, ക്രിപ്റ്റോ ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഓപ്ഷൻസും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്ന് ഡോക്ടർ ഡിയുടെ പെർഫോമൻസ് കാണിച്ചു തരാം. അതേപോലെ ക്രൂഡ് ഓയിൽ കമ്മോഡിറ്റീസിലെ TCS, പിന്നെ അതേപോലെ നമുക്ക് ആക്ച്വലി സ്കാനർ, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് നല്ല വോളിയം സ്റ്റോക്ക്. അപ്പോൾ ഇന്നത്തെ പെർഫോമൻസ് നോക്കാൻ ഡോക്ടർ ഡി അതേപോലെ TCS ഒക്കെ നല്ല രാവിലെ നല്ല ട്രെൻഡ് തന്നിരുന്നു. അപ്പോൾ ഇതേപോലത്തെ സ്റ്റോക്കുകൾ നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ സ്കാനർ വഴി എളുപ്പമാണ്. അപ്പോൾ ഈ സ്കാനർ എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ ആദ്യം നമ്മുടെ ഡോക്ടർ ഡിയിൽ ഇന്ന് വന്ന 2 സിഗ്നൽ, അതായത് ഒരു ബൈയും സെല്ലും വന്ന് ബൈ കൺഫേം ആയിട്ടും റിവേഴ്സ് പോയിട്ടുണ്ട്. അപ്പോൾ റിവേഴ്സ് പോയിന്റ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം രാവിലെ ബൈ വന്ന സെല്ല് വന്ന് പിന്നെ എഗെയിൻ ബൈ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഗ്രീൻ കളർ അപ്പാരമാണ് ബൈ, ഇതാണ് സെല്ല്. അപ്പോൾ നമുക്ക് അലേർട്ടായിട്ട് സിഗ്നൽസ് തരും, അതോടൊപ്പം ഡീറ്റെയിൽസ് മുകളിലുണ്ടാവും. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ബൈ 12:55 അതിൻ്റെ എൻട്രി പോയിന്റ് ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് കൺഫേംഡ് അല്ല, കാരണം ഇത് എടുക്കാൻ കാരണം ഇവിടെ ഒരു നമുക്ക് കൺഫർമേഷൻ ലെവൽസ് ആയിട്ടുള്ള 3 ലെവൽ മാച്ചിങ് ആയിട്ട് അവിടെ കിട്ടിയിട്ടില്ല. അതായത് ഒരു സിഗ്നൽസ് വരുമ്പോൾ നേരെ കയറി എൻട്രി എടുക്കുന്നതിന് പകരം നമ്മുടെ സോഫ്റ്റ്വെയർ കുറച്ച് കൺഫർമേഷൻ ലെവൽസ് പറയുന്നുണ്ട്. ക്യാൻഡിൽ കളർ, അതായത് ഇപ്പോൾ ഒരു ബൈ ആണ് വന്നിരിക്കുന്നതെങ്കിൽ ഇതേപോലെ ക്യാൻഡിൽ കളർ ഗ്രീൻ ആവണം. അതൊക്കെ ഇവിടെ ഗ്രീൻ ആയിട്ടില്ല. അതോടൊപ്പം ഓറഞ്ചും നമുക്ക് ആക്ച്വലി ബ്ലൂ ആണ് തന്നിരിക്കുന്നത്. സൈഡ് വേസ് ആണ്, അവിടെ ഒരു ബൈയും സെല്ലും ഇല്ല. നമുക്കൊരു ബൈയും എടുക്കാൻ പറ്റിയില്ല, സെല്ലും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ലെവൽ തന്നെ ഓക്കെ ആയിട്ടില്ല. സെക്കൻഡ് ലെവൽ നോക്കുകയാണെങ്കിൽ താഴെ ഓക്കെ ആയിട്ടില്ല. പിന്നെ അതേപോലെ പ്രൈസിൻസ് അപ്പോൾ ഒരു മാച്ചിങ്ങും ഇല്ല, ബേസിക്കലി കൺഫേംഡ് അല്ല. പക്ഷേ ഇതിനു മുമ്പ് വന്ന സെല്ല് കൺഫേംഡ് ആണ്, കാരണം ക്യാൻഡിലും റെഡാണ്, താഴെ റെഡ് വന്നിട്ടുണ്ട്, സെൽ സോണും ഉണ്ട്. മാർക്കറ്റ് നല്ല രീതിയിൽ താഴ്ത്തിറങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ബൈ പോകാൻ ശ്രമിച്ചില്ലെങ്കിൽ നമുക്കവിടെ ബൈ പോയിട്ടില്ല. അപ്പം ഇതിനു മുമ്പ് വന്ന രാവിലെ അതിനു മുമ്പ് ഒരു ബൈസിക്കിൾ വന്നിട്ടുണ്ട്. ഈ സെല്ല് വരുന്നതിന് മുമ്പ് ബൈ കൺഫേംഡ് ആണ്. നോക്കുകയാണെങ്കിൽ ക്യാൻഡിലും ഗ്രീനാണ്, താഴെയും ഗ്രീനാണ്, ബൈ സോണും ഉണ്ട്. പക്ഷേ നെക്സ്റ്റ് ക്യാൻഡിൽ നോക്കുമ്പോൾ അവിടെ ഒരു ബ്ലൂ ആണ്. അപ്പോൾ ബ്ലൂ ക്യാൻഡിൽ കാണുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാം. അഥവാ സിഗ്നൽസ് വന്ന് കൺഫേംഡ് ആയാലും റെസിസ്റ്റ് ചെയ്ത ലെവലിൽ കട്ട് ചെയ്യുന്നെങ്കിൽ നേരെ ആക്യുറസിയാണ്. അപ്പോൾ റെസിസ്റ്റൻസ് കട്ട് ചെയ്യുന്നില്ലെങ്കിൽ മാർക്കറ്റ് അവിടുന്ന് കുറച്ചൊരു കൺസോൾട്ടേഷൻ തിരിച്ചിറങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ നമുക്ക് അവിടെ നിന്നൊരു പ്രോപ്പർ എൻട്രി നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അതേപോലെ ക്രിപ്റ്റോ മാർക്കറ്റ്, ക്രിപ്റ്റോയിൽ ഇന്നത്തെ ബിറ്റ്കോയിൻ്റെ പെർഫോമൻസ് നോക്കിയാൽ രാവിലെ തന്നെ മോർണിംഗിൽ ഡൗൺ ഇറങ്ങിയിട്ടുണ്ട് മാർക്കറ്റ്. ഞാൻ 15 മിനിറ്റ്സ് ആണ് വെച്ചിരിക്കുന്നത്. ഫോറക്സ് മാർക്കറ്റിലും ക്രിപ്റ്റോയിലൊക്കെ നമുക്ക് 15ൻ്റെ മുകളിൽ ടൈം ഫ്രെയിംസ് വെക്കുന്നതാണ് എപ്പോഴും ബെസ്റ്റ്. 1 അവറും 4 അവറും ഒക്കെയാണ് എല്ലാവരും നോക്കുന്നത്. പക്ഷേ ഞാൻ ഇന്നിപ്പോൾ 15 മിനിറ്റ്സിൻ്റെ ചാർട്ട് വെച്ചിട്ടുണ്ട്. 15 നോക്കുകയാണെങ്കിൽ 1 മണിക്ക് രാവിലെ വന്ന സെല്ലാണ്, എൻ്റെ എൻട്രി പോയിന്റും ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിഗ്നൽസ് വന്ന് കൺഫേം ആയി ബ്രേക്ക് ഔട്ട് പോയിട്ട് മാർക്കറ്റ് ഇറങ്ങി, പിന്നെയും തിരിച്ച് കയറിയിട്ട് പിന്നെ ഇറങ്ങി. ഇപ്പോൾ രണ്ടാമതൊരു എൻട്രി നമുക്ക് ഇവിടുന്ന് പിന്നെയും കിട്ടുന്നുണ്ട്. ഈ ട്രെൻഡ് ലൈൻ തിരിച്ച് കയറി തിരിച്ചിറങ്ങുന്ന സിറ്റുവേഷൻ രണ്ടാമതൊരു ബ്രേക്ക് ഔട്ട് പോയിന്റാണ്. അപ്പോൾ ഈ ഇവിടെ എടുത്ത ട്രേഡ് നമുക്കിവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങിയിട്ട് പിന്നെ തിരിച്ചിറങ്ങുമ്പോൾ എൻട്രി എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വരെ പോയി തിരിച്ച് മാർക്കറ്റ് കയറാൻ നോക്കി, പക്ഷേ പിന്നെ ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാലേ ഇറങ്ങുകയുള്ളൂ. അപ്പോൾ ബ്ലൂ കളർ ക്യാൻഡിൽസ് ആണ് ഇപ്പോൾ അവിടെ ഫോം ആവുന്നത്. അതിനകത്ത് മാർക്കറ്റ് സൈഡ് വേസ് ആണ്, അവിടെ ട്രെൻഡ് ഇല്ല. ഇപ്പോൾ ഇനി തിരിച്ച് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ മാത്രം നമുക്ക് അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങും. അല്ലെങ്കിൽ ബൈ ആണ് പോകുന്നതെങ്കിൽ അവിടെ ഒരു ബൈ സിഗ്നൽ വരും. സിഗ്നൽ കൺഫേം ആയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കുക. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ക്രൂഡ് ഓയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ക്രൂഡ് ഓയിലും ഇതേപോലെ തന്നെ 15 മിനിറ്റ് ടൈം ഫ്രെയിമാണ് വെക്കുന്നത്. കൂടുതൽ നല്ലത് 15 മിനിറ്റ് ടൈം ഫ്രെയിമാണ്. അപ്പോൾ അതിനകത്തും ഇങ്ങനെ തന്നെയാണ്. രാവിലെ മാർക്കറ്റ് സെല്ല് ഇന്നലത്തെ കണ്ടിന്യൂഷൻ ആയിട്ട് പോയിട്ടുണ്ട്. ഇടയ്ക്ക് ഇവിടെ വന്ന് ബൈ ഇന്നലത്തെ കൺഫേം ആയിട്ടില്ല, കാരണം താഴെ റെഡാണ്. അപ്പോൾ അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല. അതേപോലെ മാർക്കറ്റ് തിരിച്ചിറങ്ങി ഇന്ന് അതേ കണ്ടിന്യൂഷൻ പോയിട്ടുണ്ട്. 63,280 നമുക്ക് മാർക്കറ്റ് നേരെ 82 വരെ പോയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു നമുക്ക് പ്രോഫിറ്റ് ലെവൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പ്രോഫിറ്റ് ലെവൽ ബുക്ക് ചെയ്തിറങ്ങാൻ സാധിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്ന ബൈ കൺഫേംഡ് അല്ല, ചെറിയൊരു പോയിന്റ് കയറുന്നുണ്ട്, പക്ഷേ അവിടെ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. ചിലപ്പോൾ ഒരു ഹൈക്ക് കയറിയിട്ട് തിരിച്ചിറങ്ങും. അപ്പോൾ അതുപോലത്തെ ട്രേഡിൽ നമ്മൾ സ്കാൽപ്പിങ്ങിൽ പിടിക്കുക. അപ്പോൾ സ്കാൽപ്പിങ്ങിലാണെങ്കിൽ അവിടെ നിന്നൊരു ബൈ എൻട്രി ഉണ്ടായിരുന്നു. 63,160 ബൈ പറഞ്ഞ ടാർഗറ്റും കൊടുത്ത് ഇപ്പോൾ റെസിസ്റ്റ് ചെയ്യുന്ന ലെവലിൽ കട്ട് ചെയ്യുന്നുണ്ട്. 3 ടാർഗറ്റും അടിച്ച് 40 പോയിന്റ് കയറി നിൽക്കുവാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ സ്വയം ഡിസൈഡ് ചെയ്യുക സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്ന എങ്ങനെ
നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇതേപോലെ തന്നെ ടി സി എസിന് ഇന്നത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ രാവിലെ തന്നെ മാർക്കറ്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന നേരെ കയറി നല്ലൊരു ഹൈക്കാണ് ഉണ്ടായിരുന്നത്. കുറച്ച് മുമ്പ് ഒരു സെല്ല് വന്ന് കൺഫേം ആദരിച്ച് കയറിയിട്ട് നമുക്ക് ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് ഇറങ്ങുമായിരുന്നു. അപ്പോൾ അതിനും 2 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. 21 പോയിന്റ് മാർക്കറ്റ് ഇറങ്ങുന്നത് ഇപ്പോഴും ഡൗൺ ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ സൈഡ് വേസ് തിരിച്ചറിയാൻ എളുപ്പമാണ്. കളർ ചേഞ്ചസ് നമുക്ക് അവിടുന്ന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് കാണിച്ചിരും. റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ സപ്പോർട്ട് ഇതും കൂടെ നോക്കിയിട്ട് കറക്റ്റായിട്ട് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഫേക്ക് റിവേഴ്സിലൊക്കെ നമുക്ക് ഒഴിവാക്കി ഒരു സക്സസ്ഫുൾ ആയി ട്രേഡ് എടുക്കാൻ നമ്മുടെ സോഫ്റ്റ്വെയർ നിങ്ങളെ സഹായിക്കുന്നതാണ്. Okay, thank you for watching this.